പലപ്പോഴും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടൊക്കെയോ പാലക്കാടിന്റെ MLA യോട് പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കണം ബാക്കി എല്ലാ 139 MLA മാർക്കും കൊടുക്കുന്ന ഫണ്ട് ഇവിടെ തരാറില്ല. നവകേരള സദസ്സിന്റെ ഒരു ഫണ്ട് അലോക്കേഷൻ വന്നപ്പോ കേരളത്തിലെ എല്ലാ MLA മാർക്കും ഏറ്റവും ചുരുങ്ങിയത് 7 കോടി രൂപ വീതം കൊടുത്തു. എല്ലാ പാലക്കാട് MLA മാർക്കും കൊടുത്തു. പക്ഷെ പാലക്കാടിന്റെ MLAക്ക് മാത്രം ആകെ 5 കോടി 10 ലക്ഷം രൂപയാണ്. നമുക്ക് പരാതിയില്ല, പരിഭവങ്ങളില്ല. ആ 5 കോടി 10 ലക്ഷം രൂപ നവകേരള സദസ്സിന്റെ ഒരു പ്രത്യേക ഫണ്ട് എല്ലാ MLA മാർക്കും കൊടുത്തപ്പോ ആ ഫണ്ട് വെച്ച് നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചത് നമ്മുടെ മേലാമുറി തൊട്ട് കുടൂർ വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒറ്റ സ്ട്രെച്ച് പിരാരി പഞ്ചായത്തിനെ മുഴുവൻ കവർ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ 5 കോടി 10 ലക്ഷം രൂപ മാറ്റിവെച്ചത് എന്ന് സന്തോഷത്തോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ആ 5 കോടി 10 ലക്ഷം രൂപ വെച്ച് നമ്മുടെ പിരാരിയുടെ ഹൃദയഭാഗത്തൂടെ കടന്നു പോകുന്ന ഈ റോഡിന്റെ ഇരുവശങ്ങളും സൗന്ദര്യവൽക്കരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സൈക്കിൾ ട്രാക്കും അതുപോലെ തന്നെ നടപ്പാതയും അതുപോലെയുള്ള ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ് അടക്കമുള്ള കാര്യങ്ങളുമായി 5 കോടി രൂപയ്ക്കാണ് നമ്മളതിനെ സൗന്ദര്യവൽക്കരിക്കുവാനായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു MLA ആയി ഐക്യ ജനാധിപത്യ മുന്നണി എനിക്ക് മത്സരിക്കുവാൻ ഒരു അവസരം തന്ന് പാലക്കാട് വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസങ്ങളിലൊന്ന് കല്യാണങ്ങൾക്കും അതുപോലെ തന്നെ വീടുകളിലെ ഫംഗ്ഷനും ഒക്കെ പോകുമ്പോ സ്വാഭാവികമായിട്ടും പാലക്കാട് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് അസംബ്ലി ആയതുകൊണ്ട് ഇവിടുത്തെ ഓഡിറ്റോറിയങ്ങൾക്കൊക്കെ വലിയ റെന്റാണ്. സാധാരണക്കാർക്ക് അവരുടെ മക്കളെ ഒന്ന് വിവാഹം കഴിപ്പിക്കണമെങ്കിൽ അവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ അവരുടെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടത്തണമെങ്കിൽ ഈ ഭീമമായ തുക ഓഡിറ്റോറിയത്തിന് പലപ്പോഴും കൊടുക്കുവാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ ആ പ്രയാസം വളരെ ആഴത്തുള്ള ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പാലക്കാട് MLA ആയ ഒരു അവസരം കിട്ടിയാൽ ആദ്യം ചെയ്യുവാൻ ആഗ്രഹിച്ച പദ്ധതികളിലൊന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ 3 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും MLAയുടെ ഇനിഷ്യേറ്റീവിൽ വളരെ തുച്ഛമായ വാടകയ്ക്ക് റെന്റ് കൊടുക്കുന്ന ഒരു ഓഡിറ്റോറിയം, അത്യാധുനിക സൗകര്യത്തോടു കൂടിയ ഓഡിറ്റോറിയം നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് പ്രായിരിൽ ഒരു ദിവസം പ്രായിരി പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും അടക്കമുള്ള നേതാക്കന്മാർ പ്രായിരിൽ ഉണ്ടായിരുന്ന പഞ്ചായത്തിന്റെ ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയം ഒന്ന് നവീകരിക്കുവാൻ വേണ്ടി ഒരു 35 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, പ്രസിഡന്റ് നമുക്ക് ഏറ്റവും അത്യാധുനികമായ നിലവാരത്തോട് കൂടിയ ഒരു ഓഡിറ്റോറിയം ആ സ്ഥലത്ത് നിർമ്മിക്കാൻ നിങ്ങൾ MLAയുടെ നമുക്ക് പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഓഡിറ്റോറിയം നമുക്ക് പ്രായിരിൽ പണിയാമെന്ന്